മലപ്പുറത്തെ മണ്ണാർമല നിവാസികൾ ഇന്ന് ഒരു സമരമുഖത്താണ്. നാട്ടിൽ 15 ഏക്കർ സ്ഥലത്ത് സ്ഥാപിക്കാനിരിക്കുന്ന വൻകിട ക്വാറിക്കെതിരായ സമരത്തിലാണ് നാട്ടുകാർ. പരിസ്ഥിതി ദുർബല മേഖലയായ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഭീതിയും നിലനിൽക്കുന്നുണ്ട്. മണ്ണാർമലയിലാണ് ഇന്നത്തെ കവല. പെരിന്തൽമണ്ണക്കടുത്ത പട്ടിക്കാടിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണാർമലയിലാണ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത്. മണ്ണാർമല ഇന്ന് ഒരു പ്രക്ഷോഭത്തിലാണ്. മണ്ണാർമലയിൽ പുതുതായി വരാനിരിക്കുന്ന ഒരു ക്വാറിക്കും ക്രഷറിനുമെതിരായ പ്രക്ഷോഭ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. മണ്ണാർമല പൗരസമിതിയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. നാട്ടുകാരൊന്നടങ്കം കുടുംബങ്ങളും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇവരനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. മണ്ണാർമല പൗരസമിതിയിലെ അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൗരസമിതിയാണ് ഈ ഒരു സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം? ഇവിടെ കാര്യവട്ടം വില്ലേജിൽ ഈ സർവേ നമ്പർ 1/1A സാജൻ മാണി എന്ന ഒരാൾ ഇവിടെ 55 ഏക്കർ സ്ഥലം ഇവിടുത്തെ സ്വദേശവാസിയായ ഒരു കുടുംബത്തിൻ്റെ പക്കൽ നിന്നും എടുത്തുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഭീമൻ കോറിയും ക്രഷറും വരുത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്നത് നിരവധി തവണ ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ഏറ്റവും അവസാനം 2008 ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 16-ാം തീയതി ഇവിടെ വലിയൊരു ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് 2007 നടന്നിട്ടുണ്ട്, 87 നടന്നിട്ടുണ്ട്, 77, 63 അങ്ങനെ പല വർഷങ്ങളിലായിട്ട് ഉരുൾപൊട്ടൽ നടന്നൊരു പ്രദേശമാണ് ഈ മണ്ണാർമല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉരുൾപൊട്ടലിലെ വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ അധികൃതർ തെറ്റായ സാക്ഷ്യപത്രങ്ങളും റിപ്പോർട്ടുകളും നൽകിക്കൊണ്ട് ഇവർക്ക് അധികൃതരുടെ ഒത്താശയോടുകൂടി ഇവിടെ ഒരു കോറിയും ക്രഷറും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണോ യഥാർത്ഥത്തിൽ ആശങ്ക? ഇവിടെ ഈ ഒരു ഇത്രയധികം ആളുകൾ താമസിക്കുന്ന വലിയൊരു ജനവാസ മേഖല കൂടിയാണിത്. നല്ല 400ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. സാധാരണ ഒരു കോറിയല്ല ഇവിടെ വരുന്നത്, ഒരു വലിയ ഭീമൻ കോറി തന്നെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, ക്രഷറൊക്കെ കൂടി. അപ്പോൾ അതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ കോറി വരുന്നതിൽ വ്യത്യസ്തമായി പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഏത് സമയത്തും ഇവിടെ ഈ NHലൊക്കെ മണ്ണിടിച്ചിലുണ്ടാകലുണ്ട്. പിന്നെ ഒരുപാട് മുമ്പത്തെ ഉരുൾപൊട്ടലിലൊക്കെ ഒരുപാട് ഭീമൻ കല്ലുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഭീഷണിയായിട്ട് ജനവാസ മേഖലയോട്. സാധാരണ വീടിൻ്റെ വലിപ്പത്തിലുള്ള ഭീമൻ കല്ലുകളൊക്കെ ജനവാസ മേഖലയുടെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ എപ്പോഴും പ്രശ്നങ്ങളാണ്. അധികൃതർ ഒത്തുകളിക്കുകയാണെന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രേഖകളൊക്കെ വളരെ ഫോർജറി സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളടങ്ങിയ വലിയൊരു മാർച്ച്, ഒരു 600 ആൾ ഉൾക്കൊള്ളുന്ന ഒരു മാർച്ച് പെരിന്തൽമണ്ണയിൽ താലൂക്ക് ഓഫീസ് തഹസിൽദാർക്ക് മുന്നിൽ ഞങ്ങൾ നടത്തി. ഇനിയും ഞങ്ങൾ ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകേണ്ട പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. മണ്ണാർമലയിലെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നല്ല ജലസാന്നിധ്യമുള്ള കുടിവെള്ളം ധാരാളമായി ലഭിക്കുന്ന ഒരു ചോല പോലെയുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും പരിസ്ഥിതി ദുർബല പ്രദേശവുമാണ്. പ്രദേശത്ത് തന്നെ നേരത്തെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പോലും ധാരാളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശവും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശവുമായ മണ്ണാർമലയിൽ വൻകിട കോറി വരുമ്പോൾ അതിനുള്ള അനുമതി നൽകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. അത്തരത്തിലുള്ള അങ്ങനെയുള്ള അനുമതികൾ നൽകുകയാണെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മണ്ണാർമല നിവാസികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.